ഹായ് ഹലോ, ഞാനിങ്ങനെ നാസി. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിംഗ് ഇതാ സ്റ്റാർട്ടായതേ ഉള്ളൂ കേട്ടോ. ഉമ്മവും ചെമ്മും ഉള്ളിൽ നിന്ന് റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഈ ഇതിൽ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ ഇതാ അതിനിടയിൽ അതിൻ്റെ തല എവിടെയോ മുട്ടി. അപ്പോഴത്തേക്ക് ഓൻ്റെ ഏടെ എന്ത് മുട്ടിയാലും ആടെ പോയിട്ട് തല്ലണം. അപ്പോൾ എവിടെയോ മുട്ടി തലേന് ആ ടീപ്പോയിന് തല്ല്, ആടെ തല്ല്, ഈടെ തല്ല് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് സീനാക്കുന്നതിന്. അങ്ങനെ എങ്ങനെയല്ലോ ഓനെ സമാധാനിപ്പിച്ചിട്ട് ഓന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയി. എന്തെങ്കിലും ഓനെ തട്ടിക്കൂട്ടിയാൽ മതി, അപ്പോഴത്തേക്ക് ഓന് ഹാപ്പിയാവും. അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിൽ ഡയലോഗും അമ്മി അതിനുള്ളിൽ എല്ലാ പുള്ളന്മാരും ഇരിക്കുന്നതെന്ന്. ഓന് വലിയ തൊണ്ടനായല്ലേ. അങ്ങനെ അതിന് പുള്ളന്മാരെല്ലാം എണിപ്പിക്കുക അമ്മീന്ന്. ഞാൻ അയ്യാനും ഉണ്ടല്ല വാ, അവരെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാതെ വാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ എല്ലാവരും പോകുന്നില്ല കേട്ടാ. ഇത് ഫസ്റ്റ് ടൈം കേട്ടോ നമുക്ക് ഇത്രയും വ്യാകുന്നത്. ആവും നമുക്കൊരു 3 മണിക്കൂറിൽ എല്ലാവർക്കും ഷോപ്പിംഗ് കഴിയും. ഇതിലൊരു 2 മണിക്കൂർ അത്രയും സമയം എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ബേം കിട്ടി. നമ്മൾ കുറേ എണ്ണം അവർക്കൊന്ന് ഇതാക്കിയിട്ട അത് വേണം ഇത് വേണമെന്നൊന്നും ഇതാക്കിയിട്ട ഫസ്റ്റ് ഇത് കാണും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് ഇത് ഓക്കെ എന്ന് പറഞ്ഞാൽ ബില്ലാക്കിയിട്ട് ഒറ്റ വെയ്ത്ത്. കുറേ ഒന്നും വലിച്ചിടലും അങ്ങനത്തെ ഒന്നും എന്നിലും പോകുന്നില്ല കേട്ടോ. അതിനിടയിൽ ടൗണിലൊരു കുലുമാല കാണുന്നല്ലേ, റോഡ് കടക്കുമ്പോൾ അയ്യനു എന്നെ തട്ടന്നെ ഞാൻ നടക്കുന്നതെന്ന്. റോട്ടിൽ നിന്ന് ഇങ്ങോട്ടാക്കുമ്പോഴത്തേക്കാ എന്നെ തട്ട് എനിക്ക് കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് മുമ്പിൽ നടന്നിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് നേരെ ഷോപ്പിൻ്റെ ഉള്ളിൽ പോകും. അമ്മി ഇത് വേണമെന്ന് പറയും. അങ്ങനെ അത് കൊടുത്തെങ്കിലേ ഒന്ന് കുറച്ച് സൈലൻ്റ് ആവും എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങി കൊടുത്ത സന്തോഷത്തിൽ പഞ്ഞോട് പോയിട്ട് മാമ എനിക്ക് മുട്ടായി കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗും. അങ്ങനെ ഓന് താത്തി 2 സെക്കൻഡ് നടക്കുമ്പോൾ എനിക്ക് ക്ഷീണം വന്നു കേട്ടോ. അമ്മി കഴിയുന്നില്ല എന്നെ തട്ടോന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുലുമാൽ. അങ്ങനെ എനിക്ക് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്, ലില്ലി അങ്ങനെന്തോ പറഞ്ഞിട്ടുള്ള ഷോപ്പ് നെയ്സിൻ്റെ ഇപ്പുറം. അവിടെ എത്തിയിട്ട് അയനക്ക് ഡ്രസ്സ് വാങ്ങി. എനിക്ക് പെട്ടെന്നായിട്ടാണ് 2 ഡ്രസ്സും നോക്കി. ഫസ്റ്റ് അത് ഇഷ്ടപ്പെട്ടിട്ടാണ്, രണ്ടാമത് ഇഷ്ടപ്പെട്ട ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളത്തേക്ക് ഫുൾ തിരക്കായി. എന്നിട്ട് അതേ ഇപ്പുറമുള്ള നെയ്സിലൊന്ന് കയറി നോക്കി അതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. പക്ഷേ ഒരു ഓക്കെ അയച്ചാട്ടാ, എന്തെന്നറിയില്ല, അവിടെ തീർന്നതാ എന്ത് സംഭവം എന്നറിയില്ല. ഒരു ഓക്കെ കളക്ഷൻ ഉണ്ടായിട്ടാ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്, പക്ഷെ ഓക്കെ തന്നെ. പിന്നെ എനിക്ക് എടുക്കാനൊരു മടി. അങ്ങനെ ആടുന്ന് നേരെ ഒരു ടോപ്പല്ല എന്തോ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്ത് പഠിച്ചോനെ എന്തെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ആടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ടോപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ പൊന്ന് എന്ത് വില എന്നറിയും. റേറ്റ് കേട്ടിട്ട് തന്നെ എൻ്റെ എന്താ പറയല് ബോധം പോയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞെങ്കിൽ അത്രയും നല്ല റേറ്റ് ഉണ്ടായിന്. ഒരു ടോപ്പിനെല്ലാം 1800 അങ്ങനെ ആ റേഞ്ചിലെല്ലാം ഉണ്ട്. അതായിരുന്നു വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്മാനുവലൊന്ന് ജസ്റ്റ് കയറി വെക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കി. പക്ഷെ ആണെന്നും ഒരു ഓക്കെ ആകുന്നില്ല. ഇത് ഫസ്റ്റ് ടൈം കേട്ടോ ഇത്രയും ഷോപ്പിൽ കയറുന്നത്. ഇല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോവും, ജസ്റ്റ് കാണുന്നത് എടുക്കും വരും. ഇതിൽ സെയിം അങ്ങനെ തന്നെ. പക്ഷെ ആരെ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിൽ തൂക്കിയിട്ടത് ജസ്റ്റ് നോക്കും. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഇല്ലെങ്കിൽ ഒന്നും നടന്ന് നമ്മൾ എടുത്തിട്ട് അവരെ ഡിങ്ങേറാക്കില്ല കേട്ടോ. ജസ്റ്റ് ഇത് ഫസ്റ്റ് ടൈം ഇത്രയെല്ലാം ഷോപ്പിൽ തെണ്ടി ചെയ്യുന്നത്. അതും ചെറിയ ടൈമിൽ നമുക്ക് വേഗമായി എനിക്കെടുത്തിട്ട് എനിക്കെടുക്കാൻ പോയി. പക്ഷേ അവിടെ എനിക്ക് നമ്മൾ ഷോപ്പിൽ എടുത്തിട്ടുണ്ടല്ലോ ഏടെ സെറ്റാകുന്നില്ല. അതാണ് സംഭവം. പിന്നെ നേരെ ഇനി വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ട് പോകുന്നില്ല. അത് കഴിച്ച് അപ്പോഴത്തേക്ക് എന്താ പറയില്ല എനിക്ക് തായ്ക്കാൻ തുടങ്ങി. ഞാൻ എന്നൊക്കെ മെല്ലെ ഉമ്മാനൊക്കെ എനിക്ക് കാണാതെ മെല്ലെ റിയൽ കയറി. ഇല്ലെങ്കിൽ ഈ ഷോപ്പ് മൊത്തം ഞാൻ വിലക്ക് വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഉമ്മാനെ കാരണം മെല്ലെ ഓനെ പിടിച്ചോ ഞാൻ എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാമെന്ന്. ഒന്നാമത് എനിക്ക് തായ്ച്ച്, രണ്ടാമത് എന്താ പറയൽ പിന്നെ എന്തെങ്കിലും വെള്ളമൊന്നും കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ എന്തെങ്കിലും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഓനുണ്ടല്ല ചാൻസ് നോക്കിയിട്ട് കരയും. അങ്ങനെ റിയൽ കയറിച്ച് ഇത് മാത്രം ഈ 2 സാധനം വാങ്ങിയിട്ട് ബില്ലാക്കുമ്പോൾ സങ്കടം. അടുത്തടുത്ത് ഒരു ഷോപ്പും കാണുന്നില്ല. അതുകൊണ്ട് ഇത് മാത്രം കണ്ടിട്ട് പട്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഇനി നേരെ എടപ്പണം. ഇനി ചെമ്മുക്ക് ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നുള്ളത്. എനിക്കൊരു ടോപ്പാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെമ്മുക്ക് വേണമെന്ന് ആ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി. അതിന്
ഒരു സെക്കൻഡ് നടന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വാശി എന്നും നല്ല ഇന്ന് ഭയങ്കര ബാഡ് ബോയ് ആയിട്ടുണ്ട്. അങ്ങനെ നേരെ റിസയിൽ വന്നിട്ടാ ചുമ കീടുന്നേ സെറ്റാവും. അങ്ങനെ ഈടുക ഒരു 2-3 മിനിറ്റ് അല്ല കഴിച്ചു, ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോയിൽ വന്നു പോയിരുന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് ചുമ്മും കുറേ ട്രയലാക്കിയാണ് കേട്ടോ. ആടുന്ന് ട്രയൽ റൂമിൽ നിന്ന് ഒരു 5-6 7 ഇങ്ങനെ തന്നെ ഒരു ടോപ്പ് ചെയ്യുന്നുണ്ടായിന്. ഞാൻ ട്രൈ ആക്കാൻ കൊടുക്കോക്ക് ഓക്കെ ഏത് മാച്ചിന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒറ്റൊരു ഡ്രസ്സ് ഇട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാ. പിന്നെ ആദ്യം നമ്മൾ നേരെ ഒരു ഷോപ്പിൽ കാൽ കുത്തണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ എന്താക്കല്, ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കാല് കുത്താതെ വരാൻ പറ്റുന്നില്ല. അതങ്ങനെ പോയി. ഫസ്റ്റേ മുതൽ ആ ഷോപ്പിൽ കയറിയിട്ടുണ്ടല്ല. ഇതിലൊന്ന് മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടാ ഇത്രയെല്ലാം ഷോപ്പിൽ തരുന്നത്. ലാസ്റ്റ് അതേ ഷോപ്പിലെത്തിപ്പോയി ഗൈസ് നമ്മൾ ശോഭിക. ഇവിടെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ വേണ്ട, പക്ഷെ അതിനുള്ളിൽ കയറണം. കയറിയിട്ട് ഇങ്ങനെ ഒരു തിരിയൽ തരണമെങ്കിൽ മനസ്സിനൊരു സമാധാനം. അങ്ങനെ എനിക്കായി ചെമ്മുക്കായി അയനിക്കായി എൻ്റെ ഉമ്മാക്കാണ്. അങ്ങനെ നേരതാ ലിഫ്റ്റിലെല്ലാം കയറാൻ നിൽക്കുന്നുള്ളത്. അയനാരിതോ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. മാമ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നുള്ളത്. ബയ്യവന് ചമ്മിപ്പോയി കഴിച്ച് എന്ത് പ്ലിങ്ങായി അങ്ങനെന്തോ പറയില്ലേ, അതായി. അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ ഉമ്മാക്ക് ഇന്നുണ്ട്. എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഉമ്മക്ക് സെയിം കളർ ഉണ്ടാവും കേട്ടോ. എടുക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും വേറെ വെറൈറ്റി കളർ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡ്രസ്സ് നോക്കി, അത് ഇഷ്ടപ്പെട്ട് ഫൈനൽ അതന്നെ എടുത്തത്. രണ്ടാമത്തെ ഡ്രസ്സ് നോക്കി, അത് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഉമ്മാക്ക് അത് ഡാർക്ക് അടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല ഉണ്ടായി. അതുകൊണ്ട് ഉമ്മാനെ ഇന്നുണ്ടാവും. ഇന്ന് സംഭവം എന്താ വെച്ചെങ്കിൽ എല്ലാവരും ട്രയലാക്കി. ഞാനിക്കിട്ട് ട്രയലാക്കി, ചെമ്മൂട്ടി ട്രയലാക്കി, ഞാനിട്ട് ഉമ്മാനെ ഇടിപ്പിച്ച്. അതാണ് ഹൈലൈറ്റ്. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന മാറി ചെമ്മു ഇതാക്കും, ഇട്ട് വെക്കും. പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് വെക്കലില്ല. പിന്നെ എന്താ പറയലേ, ഉമ്മ ഇട്ട് വെക്കലില്ല. ഇന്ന് ഉമ്മാനെ ഇടിപ്പിച്ച് നമ്മ ഉമ്മാക്ക് പാങ്ങുണ്ടോ ഇല്ല അത് നോക്കിയിട്ടേ വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ ട്രയൽ റൂമിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്കത് നല്ല പാങ്ങിൽ മാച്ച് ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിലൊരു ഡ്രസ്സ് ഉണ്ട്, അത് ഫസ്റ്റ് നോക്കി. പക്ഷെ അത് ഉമ്മാക്ക് ഒട്ടും മാച്ച് ഉണ്ടായിട്ടാ ഗൈസ്. അങ്ങനെ വേറൊരു കളർ ഫസ്റ്റ് നോക്കിയ കളർ തന്നെ രണ്ട് ഡ്രസ്സ് നോക്കിയത്. പക്ഷെ അതിൽ ഫസ്റ്റ് നോക്കിയത് വാങ്ങിയിട്ട് നേരെ ബില്ലാക്കാൻ വന്നത്. അപ്പോഴത്തേക്കായാണ് എൻ്റെ അതോ ഒരു രക്ഷയില്ല. അത്രയും കുറ്റക്കെട് കണ്ട എല്ലാ ഷോപ്പിലത്തെ കവർ എൻ്റെ കൈമയില്ല. അങ്ങനെ അയ്യന് പാഞ്ഞോട് പോയിട്ട് എവിടെ ഈ ബൈക്കിൻ്റെ മുകളിൽ കയറിയിട്ടാ. ബൈക്കിൻ്റെ മുകളിലല്ല, ബൈക്കിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ പൊന്ന് എന്ത് കുരുത്തക്കെടുന്നറിയോ. ആടുന്ന് എങ്ങനെയല്ലോ പിടിച്ചിട്ട് താഴെയാക്കുമ്പോഴത്തേക്ക് പാഞ്ഞോട് പോയിട്ട് കുത്തിയിട്ട് വീണ്. അല്ലാ കരഞ്ഞിട്ടാ, പക്ഷെ എന്തോ സങ്കടമായിട്ടാ. പിന്നെ എന്നെ നിന്ന് ശരിയല്ലാന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നില്ല ഗൈസ്. ഇനി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ബൈ.